ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് പോകുന്നത് ഉടുമൽപേട്ട മൂന്നാർ വഴി ഇടുക്കിയിലോട്ടാണ്. റോഡ് മാർഗം എറണാകുളം വഴി ബൈക്കിലോ ബസ്സിലോ പോകാമെങ്കിലും കാഴ്ചകൾ ആസ്വദിച്ച് പോകാനാണ് ഉടുമൽപേട്ട മൂന്നാർ റോഡ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയായ ഗോപാലപുരത്താണ് എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി സമയത്താണ് ഞങ്ങൾ രണ്ടുപേർ ബൈക്കിൽ യാത്ര ആരംഭിച്ചത്. ഗൂഗിൾ മാപ്പ് പ്രകാരം വൈകുന്നേരം 6:30-ക്ക് എത്തുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ കാഴ്ചകൾ കണ്ടു നിന്നു പോകുമ്പോൾ കുറച്ച് വൈകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ടൗണെത്തി. പൊള്ളാച്ചി ടൗണ് കഴിഞ്ഞ് കെടിമേട് എന്ന സ്ഥലം വഴിയാണ് നമ്മൾ പോകുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും പഴനി റൂട്ടിൽ 15 കിലോമീറ്റർ ദൂരത്തിലാണ് കെടിമേട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കെടിമേട്ടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. ഇവിടെ നിന്ന് തിരുമൂർത്തി മലയ്ക്ക് 23 കിലോമീറ്ററും അമരാവതിക്ക് 34 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. പൊള്ളാച്ചിയിൽ നിന്ന് ഹൈവേയിലൂടെ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളിലോട്ട് വന്നപ്പോൾ മുഴുവൻ തെങ്ങിൻ തോട്ടങ്ങളായതുകൊണ്ട് വളരെ ചൂടിന് കുറവ് വന്നിട്ടുണ്ട്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം റോഡരികിൽ കണ്ട ഈയൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത്. കുറച്ചും കൂടെ മുൻപോട്ട് പോയപ്പോൾ ആനമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ കാടിനകത്തേക്ക് പ്രവേശിപ്പിക്കൂ. ബൈക്കുകൾക്ക് 20 രൂപയും ലൈറ്റ് മോട്ടോർ വെഹിക്കിളുകൾക്ക് 50 രൂപയും ഹെവി മോട്ടോർ വെഹിക്കിളുകൾക്ക് 100 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന സ്ഥലത്തു നിന്നും മറയൂർക്ക് 30 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതായത് 1 മണിക്കൂറോളം യാത്ര കാടിനുള്ളിലൂടെ സഞ്ചരിക്കണം. രാത്രികാലങ്ങളിൽ ഈ ഒരു റൂട്ടിൽ വരികയാണെങ്കിൽ ധാരാളം കാട്ടാനകളെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ പകൽ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പകൽ അധികം കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്നത് അമരാവതി ഡാമിൻ്റെ ഭാഗമാണ്. പാലക്കാട് നിന്നും മൂന്നാർ പോകുന്നവർ അല്ലെങ്കിൽ കാന്തല്ലൂർ പോകുന്നവർ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു റൂട്ടാണ് ഈ ഒരു ഉടുമൽപേട്ട മൂന്നാർ റൂട്ട്. ഞങ്ങൾ പോകുന്നത് ഉച്ച കഴിഞ്ഞ സമയമായതിനാലാണ് അനിമൽസ് ഒന്നും കാണാൻ സാധിക്കാത്തത്. ഒരു പക്ഷേ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ പുലർച്ചെ ആണെങ്കിൽ എന്തെങ്കിലും അനിമൽസിനെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്നത് അതിർത്തിയിലുള്ള തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേരള ചെക്ക് പോസ്റ്റും ഉള്ളത്.
കുറേ നേരം അനിമൽ സൈറ്റിങ്സ് നോക്കിക്കൊണ്ട് വന്നിട്ട് ആനയൊന്നും കണ്ടില്ല. പക്ഷേ ഈ കാണുന്ന മലയിൽ ഒരു 3 ബൈസൺ ഉണ്ട്. കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. എതിരെയുള്ള മലയിൽ 3-4 കാട്ടുപോത്ത് അവിടെ പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ ഫോണിൽ സൂം ചെയ്യാൻ അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ മറയൂർ എത്തണുള്ളൂ കേട്ടോ. മറയൂർ എത്തുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം, നല്ല ഫോഴ്സ് ഉണ്ട്, സൗണ്ട് ഇവിടെ നന്നായി കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മറയൂരിൽ നിന്ന് ഉടുമ്പൽപേട്ട ഇറങ്ങി പോകുന്നവർ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം അവരുടെ റൈറ്റ് സൈഡ് അതുകൊണ്ട് ആ ഒരു ഭാഗം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഉടുമ്പൽപേട്ടയിൽ നിന്ന് മറയൂർ ഭാഗത്തേക്ക് കയറി വരുന്നവർക്ക് ഇത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് തൂവാനം വാട്ടർഫാൾസാണ്. നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മറയൂരെത്തി. വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് സമാധാനത്തിൽ വന്നുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് വൈകി. അപ്പോൾ അതുകൊണ്ട് മറയൂർ നിൽക്കുന്നില്ല, കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂരിലെ പ്രസിദ്ധമായ ചന്ദനമരത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ്. ഇവിടെ റോഡരികിൽ തന്നെ കമ്പിമുള്ളുകളാൽ ചുറ്റപ്പെട്ട ചന്ദനമരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന പഠിച്ചു. മൂന്നാറെത്തുമ്പോൾ ഏകദേശം 7 മണിയായിരുന്നു. ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ മൂന്നാറിലൂടെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ആദ്യം കാട്ടുപോത്ത് കണ്ട അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കൂട്ടം കാട്ടുപോത്തിനെയും കണ്ടു. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല.
തിരിച്ച് വീണ്ടും കാട്ടിലേക്ക് പ്രവേശിച്ചു. ഏകദേശം സമയം 6 മണി കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മാനിനെയും കുറച്ച് കുരങ്ങന്മാരെയും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഈ ഒരു റൂട്ടിൽ കാട്ടാനകളെ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. പക്ഷേ നമുക്കിന്ന് കാണാൻ സാധിച്ചില്ല. കുറച്ചു നേരം കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 8 മണിയായിരുന്നു.